എല്ലാവരും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ? എന്നാൽ ഗൂഗിൾ ഫയൽസിൽ ഭാഷ മാറ്റാൻ പറ്റുമെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഇതറിയാന്നുള്ളവർ കുറേ പേര് കാണുമായിരിക്കും. നമുക്ക് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. എന്നാൽ ചില പ്രായമുള്ളവർക്ക് ഇപ്പോൾ ടച്ച് ഫോണാണ്. ചിലവർക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും തന്നെ പിടിയുണ്ടാകത്തില്ല. അവർക്കാണ് ഈ ഓപ്ഷൻ ഗൂഗിൾ ഫയൽസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും പിന്നെ ജിയോ സിം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇനി സന്തോഷകരമാണ്. കാരണം അവർക്ക് ഇനി TV ചാനൽസ് ഫ്രീ ആയി തന്നെ കാണാം. അപ്പോൾ അതിന് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവാരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് 163 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ താങ്ക് യു. പുതിയതായിട്ട് വന്ന 3 പേർക്കും എൻ്റെ പ്രത്യേക താങ്ക്സ്. അപ്പോൾ നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ ഫയൽസിൽ എങ്ങനെയാണ് ഭാഷ മാറ്റുന്നത് എന്നാണ്. അതിനായിട്ട് ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുക. വളരെ നല്ലൊരു ഫയൽ മാനേജർ തന്നെയാണ്. ഇവിടെ 3 ലൈൻസാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ ലാംഗ്വേജ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മലയാളം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തതന്നേ ഉള്ളൂ. എന്നിട്ട് അത് തിരിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ലൈൻസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്രമീകരണത്തിൽ ക്ലിക്ക് ചെയ്യുക. ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വരത്തുള്ളൂ. എന്നിട്ട് ഇവിടെ ഭാഷ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇംഗ്ലീഷ് സ്റ്റാറ്റസ് എന്ന് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി ജിയോ സിം ഉപയോഗിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമാണ്. അതായത് അവർക്ക് എല്ലാ TV ചാനൽസും വിവിധ ഭാഷയിലുള്ള എല്ലാ TV ചാനൽസും ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ജിയോ TV എന്ന് വിളിക്കുക. ഞാനിപ്പോൾ ഇൻസ്റ്റാൾഡാണ്. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. വണ്ടി പോയതാണ്. എന്നിട്ട് ഇവിടെ TV ജിയോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലാംഗ്വേജസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മലയാളം 49 എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിരവധി TV ചാനൽസുകൾ ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കൊച്ചു TV ഇവിടെ ഉണ്ട്. ഇവിടെ ടൈമുകൾ അറിയാൻ പറ്റും. ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ ലോഗിൻ ചെയ്യാൻ പറയും. ഞാൻ ലോഗിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു OTP നിങ്ങളുടെ ഫോണിൽ വരും. എൻ്റർ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് ഭാഗം കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഭാഗത്തിൽ ഒതുക്കിയത്. ഇനി ഇവിടെ തമ്മിലും കുറേ ഉണ്ട്. അതിനായിട്ട് ഇവിടെ ലാംഗ്വേജസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് തമിഴ് താഴോട്ട് വയ്ക്കുക. കാണും 28 ചാനൽസുണ്ട് തമിഴിൽ. അതിൽ ഏതെങ്കിലും ഒരു ചാനൽ എടുക്കുക. ഞാനിപ്പോൾ സൺ TV HD ആണ് എടുക്കുന്നത്. അത് നമുക്ക് കാണാവുന്നതാണ്. നല്ല സൂപ്പറാണ് തന്നെ പ്ലേ ആവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ ടെക്നോളജിപരമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു. തുടർന്ന് നിങ്ങൾ ഇതേപോലെയുള്ള സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം. അതുവരേക്കും ബൈ.